ഹലോ, ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ തന്നെ ഞാനൊരു ഞായറാഴ്ച വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ അടുക്കളയിലെ ജനലൊക്കെ തുറന്നിട്ട് ആദ്യം നോക്കുന്നത് നമ്മൾ തലേന്ന് അരച്ച് വെച്ച മാവ് എങ്ങനെയുണ്ടെന്നാണ്. അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് പുളിച്ച് പൊങ്ങി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അടച്ച് വെച്ചിട്ട് ഒരു ചായയൊക്കെ ഇട്ട് കുറച്ച് നേരം വന്ന് സിറ്റ് ഔട്ടിൽ ഇരുന്ന ടൈമിൽ ഉണ്ണിക്കുട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നേരെ എന്നെ അന്വേഷിച്ച് സിറ്റ് ഔട്ടിൽ വന്ന് കുറച്ച് നേരം എൻ്റെ അടുത്ത് ഇരുന്ന് കുറച്ച് നേരം ഞാൻ കൊഞ്ചിച്ചുകൊണ്ട് നമ്മുടെ സിറ്റ് ഔട്ടിൽ ഇരുന്നു. ആൾ എൻ്റെ മടിയിൽ വന്നിരുന്നെങ്കിലും ഞാൻ വീഡിയോ എടുക്കുന്നതോ ഒന്നും ആൾ അറിഞ്ഞില്ല. അപ്പോൾ ഇതിൽ വീഡിയോ എടുക്കുന്നു എന്ന് കാണുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തായാലും രാവിലത്തെ കുറച്ച് നേരത്തെ സിറ്റ് ഔട്ടിലുള്ള ഇരുത്തമൊക്കെ കഴിഞ്ഞ് നമുക്കിനി അടുക്കളയിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ കിട്ടി വെച്ചിട്ട് തൈയാണോ അത് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമുക്ക് നടണം. അപ്പോൾ ഇന്ന് ദോശ ആകുമ്പോൾ എന്തായാലും സാമ്പാർ നിർബന്ധമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ സാമ്പാറിനുള്ള പരിപാടി തുടങ്ങുകയാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് എൻ്റെ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലൈവിൽ കാണാത്തവർക്ക് വേണ്ടി എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഈ വോയിസ് ചെയ്യുന്ന ദിവസം എന്ന് പറയുന്നത് 16 ദിവസം ആകുന്നു അച്ഛൻ മരിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡും വന്നിട്ടുണ്ട്. അതേപോലെ എൻ്റെ അമ്മായിമ്മയും ഇവിടെ അല്ലായിരുന്നു, എൻ്റെ ചേട്ടത്തിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ ട്രീറ്റ്മെൻറ്റിന് പോകാനുള്ള സൗകര്യത്തിന് അവിടെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ അമ്മയും കൂടെയുണ്ട്. അപ്പോൾ ഇവിടെയായിരുന്നു, നമ്മുടെ വീട്ടിൽ തന്നെ ആയിരുന്നു മരണത്തിൻ്റെ കർമ്മങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഇന്നിവിടെ ഉണ്ട്. ഇടയ്ക്ക് കഴിക്കുന്ന വീഡിയോസിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാനങ്ങനെ ഫുള്ളായിട്ടൊന്നും അവരെ എടുത്തിട്ടില്ല. അവർക്ക് ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുമോ എന്നറിയില്ലെങ്കിലും ഞാൻ വിചാരിച്ചു എവിടേക്കോ എന്നാലും ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം അവർക്കെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഇന്നത്തെ ദിവസം നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോൾ അവരും കൂടി ഉണ്ടായതുകൊണ്ട് ഇന്ന് ആളുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ രാവിലത്തെ കർമ്മങ്ങൾ തുടങ്ങാം. നമുക്ക് പെട്ടെന്ന് തന്നെ ദോശ ഇട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഉണ്ണിക്ക് പൂവിൻ്റെ ദോശ വേണമെന്ന് പറഞ്ഞത് കാരണം പൂവിൻ്റെ ദോശ ചുട്ട് വെച്ചെങ്കിലും അവനത് കൊണ്ടുവന്ന് കൊള്ളമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ റെഡിയാക്കി ഞങ്ങൾ 5 പേരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുകയാണ്. കുറച്ച് നാളിന് ശേഷമാണ് ഞങ്ങളിങ്ങനെ ഒരുമിച്ചിരുന്നൊരു ഫുഡ് കഴിപ്പ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് ദോശയും സാമ്പാറും ചായയൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് നല്ല അടിപൊളിയായിട്ട് കഴിച്ചിട്ടുണ്ട്. സാമ്പാറും എൻ്റെ ഇടയിൽ കൂടെ റെഡിയായത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നേ. വേണ്ട പോയട്ടെ. അത് കുഴപ്പമൊന്നുമില്ല. ഞാൻ ബുള്ളറ്റ് അടിച്ചു. വേണ്ട ആച്ച പറ്റിക്കോളാം. ബുള്ളറ്റ് എന്നാ കേട്ടാ. മുടി വെട്ടാനായിട്ട് പറഞ്ഞു വിട്ടതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. ആളുടെ ഇഷ്ടത്തിന് മുടി വെട്ടണമെന്ന് പറഞ്ഞുകൊണ്ടും പക്ഷേ അത് നടക്കില്ല എന്നറിയാമെങ്കിലും പറഞ്ഞ് ബഹളമൊക്കെ വെച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ അവരെ മുടി വെട്ടാനായിട്ട് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ നേരെ കുറച്ച് ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറി വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനത് ചക്ക കുക്കറിനകത്തേക്ക് ഇട്ടു. ഇത് വേവിക്കാനായിട്ട് അങ്ങ് വെച്ചിട്ടുണ്ട്. ശേഷം നമ്മളിനി സ്പെഷ്യൽ ഇന്ന് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുന്ന ടൈമിൽ നോക്കിയപ്പോഴാണ്, സവാള ഇട്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ പാത്രത്തിൽ ചിക്കൻ കറി വേവാൻ സാധ്യത കുറവാണ്. കാരണം ഇത് ചെറിയ പാത്രമാണ്. അപ്പം ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടെങ്കിൽ അത് മതി. അതിനുള്ള ഒരു ചെറിയ കോഴിയെ വാങ്ങിച്ച് ഞാൻ കറി വെച്ചാൽ മതി. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടായതുകൊണ്ട് അമ്മ ചിക്കൻ കൂട്ടില്ല എങ്കിൽ അണ്ണനുണ്ടായതുകൊണ്ടും
ചിക്കൻ നല്ല രീതിയിൽ തോനെയും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെക്കണമല്ലോ എന്ന് വിചാരിച്ച് ഈ പാത്രത്തിൽ നിന്ന് ഞാൻ പിന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ കൂടെ നമുക്ക് കുറച്ച് ചക്കയ്ക്ക് അരയ്ക്കാനായിട്ട് കുറച്ച് കാന്താരി വെച്ചാന്ന് വിചാരിച്ചു. നമ്മുടെ വീട്ടിൻ്റെ ബാക്ക് സൈഡിൽ എന്തായാലും ഒരു മൂട് കിളിച്ചീപ്പുണ്ട്, നിറച്ച് കാന്താരി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ചോറ് കഴിക്കുമ്പോൾ ഒരു കാന്താരി വീതം ഇവിടെ എൻ്റെ ഹസ്ബൻഡും അതേപോലെ ഹസ്ബൻഡിൻ്റെ അമ്മയും കഴിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് പിച്ചുന്നത് കൊണ്ടും ഇന്ന് കാന്താരി കുറവായിരുന്നു. എന്തായാലും ഉള്ള കാന്താരിയൊക്കെ പറിച്ച് ഞാനങ്ങ് വീടിനകത്ത് കയറിയിട്ടുണ്ട്. അങ്ങനെ മുടിവെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അപ്പം അവർ പറഞ്ഞു പോയ രീതിയിലൊന്നും വെട്ടാൻ പറ്റാത്തതിൻ്റെ സങ്കടമാണ് ഈ മുഖത്ത് കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ച് വെന്ത് പരുവാണ്. ഈ പരുവത്തിൽ ചക്ക കിട്ടണം. അടിപൊളി. അതിനിടയിൽ കൂടെ ഞാൻ രസവും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പാത്രം ഞാൻ മാറ്റി എന്നുള്ള കാര്യം. വലിയൊരു ഉരുളയ്ക്കകത്ത് ഞാൻ വിറകടുപ്പിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതവിടെ ഇരുന്ന് ആവുന്ന സമയം കൊണ്ട് ഞാൻ വെച്ചുള്ള പാത്രങ്ങളെല്ലാം അങ്ങ് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അതെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി മാറ്റിയതിന് ശേഷം അതിൻ്റേതായ സ്ഥലങ്ങളിൽ വെച്ചിട്ട് അവിടെ എല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പിന്നീട് അടുക്കള ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം അമ്മ തൂത്തായിരുന്നു. അതുകൊണ്ട് അടുക്കള മാത്രം ഞാനൊന്ന് തൂത്തിട്ടിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ കറി നന്നായിട്ട് കടന്ന് വേവുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട്, അതും കറി വെച്ചിട്ടുണ്ട്. അങ്ങനെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഞാൻ വന്ന് കണ്ട നല്ല അടിപൊളി നാടൻ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചക്ക കൂട്ടാനും രസവും മീൻ കറിയും ഇത്രയും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് റെസ്റ്റ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ എല്ലാം നോക്കി വാങ്ങി വെച്ചിട്ട് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ കഴിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനിടയ്ക്ക് ഞങ്ങളൊന്നും സംഭവങ്ങളൊന്നുമില്ല, അവിടെ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ കിടന്നു. അപ്പോൾ അങ്ങനെ കഴിച്ചു. ശേഷം വൈകിട്ട് കുറച്ച് പൊരിപ്പ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചിട്ട് നമുക്കിനി ഇവിടെ ഞങ്ങളുടെ വീടിന് അടുത്തായിട്ട്, ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ച് നടന്നാൽ മതി, ഒരു 4-5 വീട് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ചിറയുണ്ട്. കല്ലട ചിറ എന്ന് പറയും. ഇവിടെ ആർക്കെല്ലാം അറിയാവുന്നൊരു, ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും. കല്ലട ചിറ, ചുറ്റുമല ചിറ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ അത് ഞങ്ങളുടെ വീടിൻ്റെ താഴെയായിട്ട് ഉണ്ട്. അപ്പോൾ അവിടെ പോയി കുറച്ച് ചൂണ്ടയിടാമെന്ന് കരുതി. മീൻ കിട്ടുകയാണെങ്കിൽ എടുക്കാം എന്ന് വിചാരിച്ച് ചൂണ്ടയിട്ട് വെച്ചിട്ട് നാളെ രാവിലെ വന്ന് നോക്കാം എന്നാണ് പ്ലാനിങ്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ചൂണ്ടയിടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊന്നും അല്ല ഞങ്ങളുടെ ഈ ചിറ എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കിടക്കുന്ന പായലുകൾ മൊത്തം ഒരു സമയത്ത് മഴയത്ത് എല്ലാം ഒലിച്ചിഞ്ഞിഞ്ഞ് വന്നതാണ്, ഈ വശത്തേക്ക് വന്നതാണ്. പക്ഷേ ഇവിടെ എല്ലാം ഫുള്ളായിട്ട് വെള്ളമായിട്ട് കിടന്നതായിരുന്നു, ഫുള്ള് വെള്ളമായിരുന്നു. അപ്പോൾ എല്ലാം നല്ല മഴ വന്ന ടൈമിൽ ആ പായലും പുല്ലുകളും എല്ലാം ഒഴുകിഞ്ഞ് ഈ സ്ഥലത്തേക്ക് വന്നങ്ങ് കൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പഴയ ഒരു ഭംഗി ആ ഒരു ചിറയ്ക്ക് കിട്ടുന്നില്ല. പണ്ട് നല്ല രീതിയിൽ വെള്ളം കിടക്കുമ്പോൾ കാണാനും തന്നെ ഒരു ഭംഗിയല്ലേ. അപ്പോൾ എന്തായാലും നമ്മളുള്ള കുറച്ച് ഭാഗത്തായിട്ട് ചൂണ്ടയിടാമെന്നൊരു പ്ലാനിങ്ങിൽ നമ്മുടെ കോഴിയുടെ കുടൽ അങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടല്ലോ, വേസ്റ്റുകളൊക്കെ വാങ്ങിച്ചാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ അങ്ങനെ ചൂണ്ടയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് ഭാഗങ്ങളിലെല്ലാം ചൂണ്ടയിട്ട് വെച്ചിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോരുക ചെയ്തത്. നാളെ വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി സംഭവം നമുക്ക് കിട്ടിയില്ല. തീറ്റ മുഴുവനും മീൻ കഴിച്ചു കഴിഞ്ഞിരുന്നു, അല്ലാതെ ചൂണ്ടയിൽ ഒരു മീൻ പോലും പിടിച്ചില്ല. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് ചൂണ്ടയിട്ടിട്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നപ്പോഴത്തേക്ക് അമ്മ അസ്ഥിത്തറയിൽ വിളക്ക് കത്തിച്ചിരുന്നു. നമ്മൾ അസ്ഥി കൊണ്ടുവന്ന് ഒഴിക്കണം. ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ് നമ്മൾ ഒഴുക്കുന്നുള്ളൂ, അതുവരെ അതിൽ വിളക്ക് കത്തിക്കണം. അപ്പോൾ അതെല്ലാം കത്തിച്ചിരുന്നു. പിന്നീട് ഞാൻ രാവിലെ കാണിച്ചിരുന്നു ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കാര്യം. അത് നടാനുള്ള പരിപാടികളൊക്കെ നടത്തി അത് നട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് കഴിക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, കാരണം വിട്ടുപോയി, സത്യം പറഞ്ഞാൽ വിട്ടുപോയി. പിന്നെ രാത്രി ഒരു ഏകദേശം ഒരു 9:30-10 മണിയോടെ ഞാൻ അവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കിയിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ച വലിയ സ്പെഷ്യലൊന്നുമില്ല എങ്കിൽ പോലും ഒരു തുടക്കം എന്ന രീതിയിൽ ഇരിക്കട്ടെ എന്ന് കരുതി. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട്